ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ 3 റെസിപ്പീസിൻ്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ലോക്ക്ഡൗണിൻ്റെയൊക്കെ മുന്നേ ആസ്കർഖാൻ്റെ കസിൻ്റെ വയറ് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഉണ്ടാക്കിയ സ്നാക്സ് ആയിരുന്നു. അപ്പം അന്ന് പല കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഈ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു റെസിപ്പീസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബീഫ് കിഴി, ഉന്നക്കായ, മുത്തബക്ക്, അതിൻ്റെ 3ൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മുത്തബക്ക് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അത് പച്ചവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഇതൊരു ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അതേസമയം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ നമുക്ക് മാവ് നല്ലോണം കുഴച്ചെടുക്കണം. നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം. നമ്മൾ പൊറോട്ടക്കൊക്കെ കുഴക്കുന്നത് പോലെ തന്നെ നല്ല സോഫ്റ്റാക്കി കുഴച്ചെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒരിക്കലും ചേർക്കരുത് കേട്ടോ. പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇല്ലെങ്കിൽ ഒലീവ് ഓയിലോ ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് നെയ്യും, 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതിനങ്ങനെ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് എത്ര ക്വാണ്ടിറ്റി വേണം എന്നുള്ളതിനനുസരിച്ച് മൈദപ്പൊടി എടുക്കുക. അതിലേക്ക് പച്ചവെള്ളമാണല്ലോ ഒഴിക്കുന്നത്. അപ്പം ആവശ്യാനുസരണം വെള്ളവും ഒക്കെ ചേർത്തിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആവണമെന്ന് മാത്രം. ഇത് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടൊന്ന് നന്നായിട്ടൊന്നും കൂടെ കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റായിട്ട് തന്നെ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നതിൻ്റെ മുന്നേ അതിൻ്റെ മുകളിൽ കുറച്ചൊന്ന് ഓയിലൊന്ന് തടവി കൊടുക്കുക. ഒന്ന് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ തടവി കൊടുത്തതിന് ശേഷം പിന്നെ നമുക്കിത് കവർ ചെയ്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക. ഒരു അരമണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂർ വെക്കുകയൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കനാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അത് കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചിട്ട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഒരു 2 വിസിലൊക്കെ അടിച്ചാൽ മതിയാവും. ചെറിയ പീസാണല്ലോ. അപ്പോൾ ഇതാ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്ന് എല്ലുകളൊക്കെ മാറ്റിയിട്ട് ഇതൊന്ന് ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ സ്റ്റോക്ക് കളയരുത് കേട്ടോ. ഇതിൻ്റെ സ്റ്റോക്ക് നമ്മൾ കറിയിലേക്കോ അതുപോലെ അതിൻ്റെ എല്ലൊന്നും കളയരുത്. അത് കറിയിലേക്കോ അല്ലെങ്കിൽ സൂപ്പ് ഉണ്ടാക്കാനൊക്കെ നല്ല അടിപൊളിയാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സവാളയാണ് ആവശ്യമുള്ളത്. അതൊന്ന് സ്ക്വയറായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. ഇനി നമുക്കിതിലേക്ക് ക്യാപ്സിക്കം, തക്കാളി, പച്ചമുളക് അതൊക്കെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ്. നല്ല ചെറുതായിട്ട് തന്നെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. പച്ചമുളകൊക്കെ നല്ല പൊടിയായിട്ട് അരിയുക. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെയാണ് ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഷ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ഇനി ഒരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ആവശ്യാനുസരണം ഇതിൽ നിന്ന് എടുത്തിട്ട് ഒരു കൂട്ടുണ്ടാക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൽ നിന്ന് പകുതി ചിക്കനെ ഇപ്പോൾ എടുത്തിട്ടുള്ളൂ. പിന്നെ പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ അതാ പകുതി ക്യാപ്സിക്കവും അരിഞ്ഞതും എടുത്തു. കുറച്ച് പച്ചമുളക് അരിഞ്ഞതും എടുത്തിട്ടുണ്ട്. പിന്നെ അതാ സവാളയിൽ നിന്ന് കുറച്ചെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് മുട്ടയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. മുട്ട ഒരു 4-5 മുട്ടയാണ് ആവശ്യമുള്ളത്. ഞാനിവിടെ 5 മുട്ടയാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ നമുക്കിത് ചിക്കൻ ഇല്ലാതെയും ചെയ്യാം കേട്ടോ. വെജിറ്റബിൾസും മുട്ടയും മാത്രമായിട്ടും ചെയ്യാം. നമ്മൾ ഓംലെറ്റിനൊക്കെ തയ്യാറാക്കുന്നത് പോലെ. പക്ഷെ കുറച്ചൊരു തിക്കായിട്ട് വേണം നിൽക്കാൻ. ഭയങ്കര ലൂസാവരുത്. അപ്പോൾ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ച മാവ് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ബോൾസ് ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് ചപ്പാത്തിയുടെ അത്രയും വലുപ്പമുള്ള ഒരു ബോളാണ് ആവശ്യമുള്ളത്.
അപ്പോൾ ഇതാ എല്ലാം ബോൾസാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഓരോ ബോൾസും ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒന്ന് പത്തിരി പ്രസ്സിലൊന്ന് അമർത്തിയെടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് പൊടിയിട്ടിട്ട് ഒന്ന് പരത്തിയെടുക്കുകയും വേണം. അപ്പോൾ ഞാൻ വേഗത്തിലൊന്ന് റൗണ്ടിലാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാം ഒന്ന് പത്തിരി പ്രസ്സിലിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓരോ ചപ്പാത്തി എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. ഇനി ഈ പരത്തി വെച്ചിട്ടുള്ള ചപ്പാത്തിയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കൂട്ടിട്ട് കൊടുക്കുക. ഇനി ചപ്പാത്തി കൊണ്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. 4 സൈഡും ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കണം. പുറത്തേക്ക് ആവാൻ പാടില്ല, ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ ഒരു ബോക്സ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനേക്കാളും വലുതാക്കിയിട്ടൊക്കെ ഉണ്ടാക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ചെറുതായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈങ് പാനിലിട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഷാലോ ഫ്രൈ ആണ് ചെയ്യേണ്ടത്. പടിയിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വളരെ ലോ ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് വേവിച്ചെടുക്കാൻ. കാരണം നമ്മൾ ഉള്ളിൽ മുട്ട പച്ചയായിട്ടാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അതൊന്ന് വെന്ത് വരണമെന്നുണ്ടെങ്കിൽ ഒന്ന് നല്ല ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ച് കൊടുക്കുക. മുകളിലും കുറച്ച് എണ്ണയൊക്കെ ആക്കിയിട്ട് നമ്മൾ പൊറാട്ടയൊക്കെ ചുട്ടെടുക്കുന്നത് പോലെ അങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ചുട്ടെടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഒരു ഭാഗം മറിച്ചിട്ടിട്ട് കുറേ സമയം ആ ഭാഗം തന്നെ വെച്ചുകൊണ്ട് നിൽക്കരുത്. അപ്പോൾ ആ ഭാഗം ഹാർഡായി പോവും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് മെല്ലെ മെല്ലായിട്ട് വേവിച്ചെടുക്കുകയാണ് വേണ്ടത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് ഫില്ല് ചെയ്തിട്ട് കവർ ചെയ്തതിന് ശേഷം അപ്പോൾ തന്നെ ചുട്ടെടുക്കണം. കുറേ നേരം അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുട്ട ഉണ്ടല്ലോ അതിൽ മുട്ടയൊക്കെ ലൂസായി കിടക്കില്ല. അപ്പോൾ മാവൊക്കെ ഒന്ന് മെൽറ്റാവും. അതുകൊണ്ട് വേഗത്തിൽ ചുട്ടെടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ആദ്യത്തെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളതും ചുട്ടെടുക്കുക. അപ്പോൾ ഇതാ മുത്തബക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഉന്നക്കായ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് നല്ല പഴുത്ത പഴമാണ് കേട്ടോ. ഓവറായിട്ട് പഴുപ്പ് ആവാനും പാടില്ല, പിന്നെ പച്ചയാവും ചെയ്യരുത്. ഇങ്ങനെയുള്ളൊരു പഴമാണ് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം ഇതൊന്ന് സ്റ്റീം ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ പഴം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ 2 or 3 എടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം. എനിക്ക് കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഫില്ലിങ്ങാണ് ഇഷ്ടം. പിന്നെ അതിലേക്ക് കുറച്ച് ഏലക്കായപ്പൊടിയും ആവശ്യത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ടൊന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം ഒരു ഫ്രൈങ് പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുത്തു. അതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇത്രയും കൂടുതൽ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ എടുത്തത് നമ്മൾ പുറത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണിത്, അതുകൊണ്ടാണ്. പിന്നെ അതിലേക്ക് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണ്. ആവശ്യത്തിനുള്ള പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഏലക്കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തു. നമ്മൾ മുട്ടയിലും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ബാലൻസ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊരു 3-4 മിനിറ്റ് ഇങ്ങനെ റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മുട്ട ഒന്ന് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് കുറച്ച് ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ ഇത്രത്തോളം മതി. ഇനി നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നല്ലോണം ഉടച്ചെടുക്കണം. അപ്പോൾ തൊലി കളഞ്ഞെടുത്തു. ഇനി നല്ലോണം ഒന്ന് കൈകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോർക്ക് വെച്ചിട്ടൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ നടുവിലുള്ള ആ നാരൊക്കെ എടുത്ത് കളയാട്ടോ. ഞാനതൊന്നും കളഞ്ഞിട്ടില്ല, അതിൻ്റെ ഒരു ആവശ്യമൊന്നും തോന്നിയില്ല. പിന്നെ ഫില്ലിങ് ഒന്ന് ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്കിത് കവർ ചെയ്തിട്ട് ഉന്നക്കായ റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തൊട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമ്മളിങ്ങനെ കയ്യിലെടുത്തിട്ട് കുറച്ച് പരത്തിയിട്ട് അതിൽ ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് കവർ ചെയ്തിട്ട് ഉന്നക്കായൻ്റെ ആ ഒരു ഷേപ്പ് നമുക്കെല്ലാവർക്കും അറിയുന്നതാണല്ലോ. അപ്പോൾ ആ ഒരു ഷേപ്പിൽ ആക്കിയെടുക്കണം. അപ്പോൾ ഇതാ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റുള്ളതും കൂടെ ഇതുപോലെ റെഡിയാക്കി എടുക്കണം.
അപ്പോൾ നമ്മൾ ഉന്നക്കായ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കാനുള്ളത് അതിൻ്റെ പഴുപ്പാണ് കേട്ടോ, പഴത്തിൻ്റെ പഴുപ്പ്. അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ നല്ല പാടാണ്, ശരിയായി കിട്ടൂല. അപ്പോൾ ഇതാ എല്ലാം ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതാ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ടിട്ട് ഓരോന്നും ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വേണം കേട്ടോ ഇത് ചെയ്തെടുക്കാൻ. നല്ല ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ വേഗത്തിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഈ ഒരു കളറാകുമ്പോൾ നമ്മൾ എണ്ണയിലൊന്നും കോരണം. ഇനി അടുത്ത ബാച്ചും കൂടെ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ഉന്നക്കായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ബീഫ് കിഴി ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം മാവ് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ 1.5 കപ്പ് മൈദപ്പൊടി, 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. ഇതിനും നമ്മൾ പച്ചവെള്ളമാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ആവശ്യാനുസരണം വെള്ളം ചേർത്ത് അങ്ങനെ കുഴച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിനും നമ്മൾ നല്ല സോഫ്റ്റ് ആയിട്ട് മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലും നമ്മൾ കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ വെക്കാം. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാം. അപ്പോൾ അത് ബീഫ് വെച്ചിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ബീഫ് ഓൾറെഡി വേവിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാ മസാലയും ഇട്ടിട്ട് നമ്മൾ ഫ്രൈ ആക്കാനൊക്കെ ഉണ്ടാക്കുന്ന പോലെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെറിയ പീസാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തു. ഇനി ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നല്ലോണം ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തു. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തു. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുരുമുളക് പൊടിയാണ് ചേർത്തത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത്, വളരെ കുറച്ചേ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക. ഇനി നമുക്കിതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഫില്ലിങ് റെഡിയായി. ഇനി ഫില്ലിംഗ് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോഴേക്കും ഇതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കാം. നമ്മൾ പൂരിക്കൊക്കെ എടുക്കുന്ന ആ ഒരു വലുപ്പത്തിലെടുത്താൽ മതി. ഇനി നമുക്ക് പത്തിരി പ്രസ്സിൽ വെച്ചിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ എല്ലാം ഇതുപോലെ പരത്തിയെടുക്കണം. ഇനി നമുക്ക് ഓരോന്നിലും ഫില്ലിങ് വെച്ചതിന് ശേഷം നമ്മൾ സാരിയൊക്കെ ഞൊറിഞ്ഞെടുക്കുന്നത് പോലെ ഇങ്ങനെ ഞൊറിഞ്ഞെടുക്കണം. ഇങ്ങനെ ഇതൊരു കിഴി രൂപത്തിലാക്കിയെടുക്കണം. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിലൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ ഒരു കിഴി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതുപോലെ കിഴിയാക്കിയെടുക്കാം.
അപ്പോൾ ഇതാ എല്ലാ കിഴിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഇവിടെ എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ അത് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഈ ഒരു കളറാവുന്നത് വരെയാണ് കേട്ടോ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ കിഴിയും നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളുടെ 3 സ്നാക്കും ഇവിടെ റെഡിയായി. അപ്പോൾ നമ്മളിത് നോമ്പിനൊന്നും ഉണ്ടാക്കിയതല്ല എന്ന് ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയൊന്നും ഇപ്പോൾ അധികം ആരും ഉണ്ടാക്കുന്നൊന്നും ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു സ്നാക്കൊക്കെ ഉണ്ടാക്കുന്നല്ലാതെ പിന്നെ മക്കളൊക്കെ നോമ്പെടുക്കുമ്പോൾ എന്തായാലും എന്തെങ്കിലും ഒന്ന് ഈ ഒരു സമയത്ത് ഉണ്ടാക്കാതിരിക്കില്ല അധികവും. അപ്പോൾ റെസിപ്പീസ് എല്ലാം ട്രൈ ചെയ്യാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ ഞാനിത് ഞാൻ പറഞ്ഞല്ലോ കസിൻ്റെ വയറ് കാണാൻ വേണ്ടിയിട്ട് പോയപ്പോൾ ഉണ്ടാക്കിയതാണെന്ന്. അപ്പോൾ അതെല്ലാം ഒന്ന് പാക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഈ സ്നാക്സൊക്കെ നമുക്ക് ചിക്കനും ബീഫൊന്നും ഇല്ലാതെയും വെജിറ്റബിൾസ് മാത്രം വെച്ചിട്ടൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, സ്റ്റേ സേഫ്, സ്റ്റേ അറ്റ് ഹോം. ബൈ.